ഹായ്, നമുക്കിന്ന് ഒരു മീനച്ചാർ ഉണ്ടാക്കിയാലോ? ഇതിനിവിടെ ഓലമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിന്ന് ഒരു 2.5-3 കിലോ ഓലമീൻ അച്ചാറിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. നല്ല അലുവ കഷ്ണം പോലത്തെ മീൻ കണ്ട എന്താ രസം കാണാനല്ലേ. അപ്പം നമുക്കിതെല്ലാം കൂടെ മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഇടയിൽ എൻ്റെ നമ്പർ എഴുതിയേക്കാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. കേരളത്തിലുടനീളം കൊറിയർ സർവീസ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കടകളിലെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കച്ചവടമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ മീനെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാവേ, ഒരു അരമണിക്കൂർ വെക്കാവേ. മീനിനകത്തുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കാലം കേടുകൂടാതിരിക്കേണ്ടതല്ലേ. ഞാൻ 6 മാസത്തെ ഗ്യാരണ്ടിയാണ് കൊടുക്കാറ്. പക്ഷേ അതിൽ കൂടുതൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, കേടാവാതിരിക്കും. പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോകാനും പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് അത് കഴുകി ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലെണ്ണയ്ക്കകത്താട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ കുറേ നാളത്തേക്ക് വെക്കുന്നത് കൊണ്ട് എല്ലാം ഫുള്ള് നല്ലെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയ്ക്കകത്തേക്ക് ഇതിട്ട് നമുക്ക് വറുക്കാവേ. നന്നായിട്ട് വറുത്തെടുക്കണം. കേടാകാതിരിക്കണമെങ്കിൽ വറക്കുന്നതെല്ലാം നല്ല കറക്റ്റായിരിക്കണം. ഞാനിതിനകത്ത് ഒരു കെമിക്കലും ചേർക്കുന്നതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വറുത്ത് തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പം കുറച്ച് സമയമെടുക്കും. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്ത് ഏകദേശം കോരിയിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് അത് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി ഒരു ചെറിയ ചുമപ്പ് കളർ വരണം. അതിനകത്തും തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടായി പോവും. അതേപോലെ തന്നെ അച്ചാർ കോരുന്ന സമയത്ത് നനഞ്ഞ സ്പൂൺ ഇട്ടിട്ട് അച്ചാർ കുപ്പിയിൽ നിന്ന് കോരിയെടുക്കരുത്. സ്പൂണ് കുപ്പിക്കകത്ത് ഇട്ട് വെക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൂത്ത് പോവുകയെ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ചുമന്ന കളറാകുന്നോടം വരെ വഴറ്റി അതിന് ശേഷം ഇത് കോരിയെടുത്തിട്ട് നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ഇഞ്ചി ആട്ടോ ഇടേണ്ടത്. ഇഞ്ചി അതേപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ കണ്ടോ, ഈ ഒരു കളറിലാട്ടോ അത് കോരേണ്ടത്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇടാവേ. ഇഞ്ചി ഇട്ടിട്ടും ഇഞ്ചി ഇതേപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. അത് ഇഞ്ചി മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു മണം വരും. പിന്നെ ചട്ടിക്കന്ന് കിരികിരാന്നൊരു ശബ്ദവും കൂടെ കേൾക്കും കേട്ടോ. അങ്ങനെയാണ് ഇഞ്ചി മുരിഞ്ഞായിട്ട് അറിയുന്നത്. അപ്പോൾ ഏകദേശം ഇഞ്ചിയെല്ലാം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ മുരിയണം കേട്ടോ. നന്നായിട്ട് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയെല്ലാം കൂടെ കോരിയെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാവേ. പച്ചമുളകും അതേപോലെ തന്നെ നല്ലതുപോലെ കിടന്ന് മുരിയണം. കളറ് മാറണം കേട്ടോ. നല്ലൊരു വഴറ്റിയൊരു കളറൊക്കെ വരുമല്ലേ. ഞാൻ കാണിച്ചു തരാം. ഇതായി കഴിയുമ്പോൾ ഈ ഒരു കളറിൽ വരണം കേട്ടോ. ഈ ഒരു കളറിലേക്ക് പച്ചമുളക് വന്നാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അല്ല എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ച്, ഞാൻ സാധാരണ അടുപ്പിലാട്ടോ അച്ചാർ ഉണ്ടാക്കാറ്. ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് നഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്നത്. എനിക്ക് എൻ്റെ അടുപ്പിൻ്റെ അടുത്ത് ക്യാമറയൊന്നും വെച്ച് വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഉലുവ ഇട്ടു. നമ്മുടെ ഉലുവ ഇട്ട് പൊട്ടിയപ്പം കടുകിട്ടു. ആ എണ്ണ നമ്മൾ ബാക്കി വന്നിരുന്ന എണ്ണയിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലെണ്ണ. ബാക്കി കുറച്ച് നല്ലെണ്ണയും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കടുകും ഉലുവയും പൊട്ടിക്കുന്നത് കേട്ടോ. നല്ലെണ്ണ തന്നെയാണ് ചെയ്യുന്നത് മൊത്തം. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ടേ. അത് ഏകദേശം പൊട്ടിയായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടിയുടെ പച്ചച്ചൊവയെല്ലാം മാറി നല്ലതുപോലെ മൂത്ത് വരണം. അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടായി പോകും കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളകി. പിന്നെ ഞാൻ നല്ല ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ചാറിന് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളക്കണം കേട്ടോ.
ഇതിൻ്റെ കൂട്ടിലാണ് ഈ അച്ചാർ കേടാകാതിരിക്കുന്ന ഒരു ടെക്നിക്കുള്ളത് കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന കൂട്ടുകളൊന്നും ശരിയല്ല എന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവുക. അപ്പം അത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്ത് കോരി വെച്ച മീനൊക്കെ നമുക്കതിനകത്തേക്ക് ഇട്ട്, ഇപ്പോൾ ഞാനതിനകത്ത് ഉപ്പാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീനും കൂടെ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. വെട്ടി തിളയ്ക്കണം കേട്ടോ, ഇതേപോലെ തിളയ്ക്കണേ. ആ സമയത്ത് ഞാൻ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. മൊത്തം അതിനകത്തേക്ക് ആകുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ല കുറുകിയ ചാറായി വന്നത് കണ്ടോ, അതേപോലെ ആയി വരണം. അപ്പോൾ നമുക്കിനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാവേ. നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന മീനെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതും ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരുവിധം തിള വന്നതിന് ശേഷം വേണം ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചാർ റെഡിയാവും. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ ആവി കളയണം കേട്ടോ. അടച്ച് വെക്കരുത്. അടച്ച് വെച്ച് കഴിയുമ്പം അടുപ്പിന് മുകളിലുള്ള വെള്ളമെല്ലാം കൂടി ഇതിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം വിറ്റ് പെട്ടെന്ന് കേടാവും. അപ്പോൾ ഞാനിത് ഇതെല്ലാം കുപ്പിയിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4.5 കിലോയുടെ കൊടുക്കാനുണ്ടായിരുന്നു അച്ചാർ. പിന്നെ 200ൻ്റെ ഉണ്ട്, 1/2 കിലോയുടെ ഉണ്ട്, 200 ഉണ്ട്, 250 ഉണ്ട്, 100 ഗ്രാം വേണമെങ്കിൽ അങ്ങനെയുണ്ട്. കടയിലും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചേ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് തൂക്കിയതാണ്. നല്ല സീലൊക്കെ ചെയ്ത് നല്ല പാക്ക് ചെയ്തതാണ് കേട്ടോ. ലീക്കൊന്നും ആവുമൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു സംരംഭം. അപ്പം ഈ കൂടെ ഉണക്കമീനച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ ഉണക്കമീനച്ചാറിൻ്റെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പം അതിടുന്നില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയെ, എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ.